നമസ്കാരം, ഞാൻ ഉമേഷ് വിരാമൻ. വാർത്താ സന്ധ്യയിലേക്ക് വിശദമായി. ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഭഗവത്ഗീതയും ഉപനിഷത്ത് വചനങ്ങളും ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. 3 സെഷനുകളായി നടന്ന ചർച്ചയിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ നിയോഗിക്കാൻ തീരുമാനമായി. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി യുവതീ പ്രവേശന വിവാദത്തിൽ മൗനം പാലിച്ചു. അയ്യപ്പ സംഗമത്തിനെതിരെ കോടതിയിൽ പോയവർക്കും വിമർശനം. ചിലർ പ്രചരിപ്പിക്കുന്നത് പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിയത്. ശബരി റെയിലും റോപ്പ് വേയും വിമാനത്താവളവും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി. ശബരി റെയിൽപാത, റോപ്പ് വേ, വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ചർച്ചയിൽ ഉയർന്ന ആവശ്യങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് മന്ത്രി PK ശേഖർ ബാബു പറഞ്ഞു. 3 സെഷനുകളിലായി നടന്ന ചർച്ചയിലെ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കാൻ 18-അംഗ സമിതിയെ ശുപാർശ ചെയ്യുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. സംഗമത്തിൽ 2000-ലധികം പ്രതിനിധികൾ പങ്കെടുത്തുവെന്നാണ് കണക്ക്. 24 പമ്പ. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കൾ. മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്ന് VD സതീശൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടിയെന്ന് KC വേണുഗോപാൽ. സ്വർണം അടിച്ചുമാറ്റിയാണോ സംഗമം നടത്തുന്നത് എന്ന് സണ്ണി ജോസഫിന്റെ ചോദ്യം. പിണറായി വിജയൻ സർക്കാർ എന്താണ് ശബരിമലയിൽ ചെയ്തതെന്ന് ജനങ്ങൾക്കറിയാമെന്നും അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപടഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിൽ അയ്യപ്പനോടുള്ള സ്നേഹമല്ലെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിമർശനം. ശബരിമലയിലെ വിശ്വാസികളെ, പൊതുസമൂഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരാണ് വേദനിപ്പിച്ചത്. അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്ന് നേരത്തെ പറഞ്ഞതാണെന്നും ശബരിമലയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടു മതി മറ്റുള്ളവയിൽ പ്രതികരണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ആദ്യം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് സ്വർണം അവിടെ പോയി എന്നുള്ളതാണ്. അതിനാദ്യം ഉത്തരം പറയട്ടെ, എന്നിട്ട് ബാക്കി സംഗമം നടത്തട്ടെ. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ കത്ത് പുറത്തുവന്നതോടെ CPIM BJP ബന്ധം തെളിഞ്ഞുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭക്തനെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ മനസ്സിൽ ഭക്തിയുണ്ട്, അതുകൊണ്ടാണ് അയ്യപ്പ വിഗ്രഹം സ്വീകരിച്ചത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അവർക്ക് എല്ലാം അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞാൽ എല്ലാം ഇതൊക്കെ മുമ്പ് ഇവരെല്ലാം ഈ പറഞ്ഞ പലരും ആദർശത്തിന് വേണ്ടി പണ്ടെല്ലാം ഇങ്ങനെ നിരീശ്വരത്വം പറയുമെങ്കിലും അയ്യപ്പനെ കാണാൻ വരുന്ന 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരല്ലേ. അവൻ പണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും പോയത് പിണറായി തന്നെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ ഭക്തനല്ലെങ്കിൽ വരാതിരിക്കുക. ഇവർക്കെല്ലാം മനസ്സിൽ ഭക്തിയുണ്ടെന്ന്. ഇപ്പം തന്നെ അയ്യപ്പനല്ലേ പുള്ളി ഹൃദയം കൊണ്ട് സ്വീകരിച്ചത് ഇന്ന്. അപ്പോൾ ഭക്തനല്ലെങ്കിൽ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാലേ മേടിച്ചില്ലേ സന്തോഷമായിട്ട്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെക്കുറെ വിജയിച്ചു. പരിപാടിയിൽ പ്രതീക്ഷിച്ച ഭക്തജന പങ്കാളിത്തം ഉണ്ടായില്ലെങ്കിലും പ്രബല സമുദായ നേതാക്കളെ ഒരു വേദിയിൽ കൊണ്ടുവരാൻ സംഘാടകർക്ക് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രധാന രാഷ്ട്രീയ നീക്കം വിജയിച്ചു എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. ഉദ്ഘാടന സെഷനിൽ ആളുകൾ കുറവായിരുന്നു. പിന്നിലെ കസേരകൾ ഒഴിഞ്ഞുകിടന്നു. പിന്നീട് ശബരിമല തീർത്ഥാടകരെ കയറ്റി കസേര നിറച്ചു. ഇത്തരം വിമർശനങ്ങൾ പറയാമെങ്കിലും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ നിറവേറി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറും KPMS ജനറൽ സെക്രട്ടറി പുന്നൽ ശ്രീകുമാർ ഉൾപ്പെടെ സമുദായ നേതാക്കൾ ഒരേ വേദിയിൽ മുഖ്യമന്ത്രിക്കൊപ്പമിരുന്നു. മറ്റ് സമുദായ സംഘടനാ പ്രതിനിധികളും വേദിയിലെത്തി. സർക്കാർ അനുകൂല സമുദായ ഐക്യം പ്രകടമായി എന്നത് ചെറിയ കാര്യമല്ല. അതും ശബരിമല വിഷയത്തിൽ. വിവാദ പരാമർശങ്ങളിൽ മുസ്ലിം സംഘടനകളിൽ നിന്ന് വിമർശനം നേരിടുമ്പോഴും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗവേദിയിലെത്തിയത് മുഖ്യമന്ത്രിയുടെ കാറിലായിരുന്നു. വിവാദ പരാമർശങ്ങളിൽ ആരോപണം നേരിടുമ്പോഴും വെള്ളാപ്പള്ളിയെ പിണറായി ചേർത്ത് പിടിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കവാടം കടക്കാൻ കേരളം ഒരുങ്ങുമ്പോഴാണ് ഈ രാഷ്ട്രീയ കാഴ്ചകൾ. അതേസമയം പങ്കാളിത്തം പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാകാതിരുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും തിരിച്ചടിയായി. 24 പമ്പ.
ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. അല്ല, ഞങ്ങളിപ്പോൾ ഈ വരുന്ന തീർത്ഥാടനത്തിനുള്ള തുടക്കം ഇതിപ്പോൾ സെപ്റ്റംബർ മാസം ഒക്ടാദ്യം തന്നെ, ഇപ്പം തന്നെ നിങ്ങൾ 2 മീറ്റിംഗ് കഴിഞ്ഞു. ഇനി തുടർന്ന് ഈ ഒക്ടോബർ മാസത്തിൽ എല്ലാ ഇടത്താവളങ്ങളിലെയും അതോടൊപ്പം തന്നെ പമ്പയിൽ കേന്ദ്രീകരിച്ചും സന്നിധാനത്തിൽ കേന്ദ്രീകരിച്ചും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചും അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞു. അത് കുറേ കൂടി വിശാലമായ രൂപത്തിലേക്ക് പോകും. ആ പോകുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഈ കമ്മിറ്റി ഇത് പരിശോധിച്ച് തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റോപ്പേയുടെ കാര്യത്തിൽ ഞാൻ അന്നേരം പറഞ്ഞല്ലോ, റോപ്പേ കേരളത്തിൻ്റെ മുഴുവൻ പ്രൊസീഡിങ്സും പൂർത്തീകരിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇനി ഒന്നും തീരാനില്ല. പകരം ഭൂമി കൊടുത്തു, അത് ഹാൻഡ് ഓവർ ചെയ്തു. അതിൻ്റെ പരിസ്ഥിതി കമ്മിറ്റി ആലോചിച്ചു, എല്ലാ കമ്മിറ്റികളും സാക്ഷ്യം തന്നു. ഇപ്പോൾ കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തിരിക്കുക. അവരുടെ ഒപ്പൂടെ കിട്ടിയാൽ പിറ്റേ ദിവസം നമുക്ക് തറക്കല്ലിടാവുന്ന രൂപത്തിലേക്ക് റോപ്പേ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് CM-ൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അത് മെൻഷൻ ചെയ്തിരുന്നത്. രാഷ്ട്രപതി ഇങ്ങോട്ട് വിളിച്ച ഓഫീസിൽ നിന്ന് അന്വേഷിച്ചതാണ്, എന്നെ വിളിച്ചിരുന്നു. ഈ ഒക്ടോബർ മാസത്തിൽ വരുന്നാൽ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇല്ല, നമ്മൾ റെഡി, ഏത് സമയത്തും വന്നോളാനുള്ള തിരിച്ച് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഡേറ്റ് അറിയിച്ച് കഴിയുമ്പോൾ നിങ്ങളെ വിളിച്ച് പറയാം. അതെ, നേരത്തെ തന്നെ ഒരു അനൗൺസ്മെന്റ് കിട്ടി, നമ്മളതിന് തയ്യാറെടുത്താൽ അന്നേരം വെള്ളത്തിൻ്റെ പ്രകൃതിക്ഷോഭം ഉണ്ടായ, അതുകൊണ്ടാണ് പിന്നെ മാറ്റിയത്. അത് വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇതെല്ലാം നിശ്ചയമായി പറയാമല്ലോ. നമുക്ക് അല്ല, തീയതി നമ്മൾ കൊടുത്ത അനുമതിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു. അതെ, അതുമായിട്ട് ബന്ധമില്ലല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ കാര്യങ്ങളെല്ലാം നല്ല സഹകരണം ഉറപ്പാക്കിയതിന്. മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം വൻ വിജയം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഡൽഹിയിൽ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം. ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് സംഗമം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ വിയോജനക്കുറിപ്പ് എഴുതിയ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചടങ്ങിൽ തിരിതെളിയിക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് അല്പസമയത്തിനകം അജീഷ് അതിന്റെ വിശദാംശങ്ങളുമായി ചേരും. ഡൽഹിയിലാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലാണ് ഇതിന്റെ ബദലായി ഹിന്ദു സംഘടനകൾ അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുന്നത്. നേരത്തെ അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ വന്നതാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥതയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു. എന്തുകൊണ്ട് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അന്ന് പ്രക്ഷോഭകാലത്തുണ്ടായ കേസുകളൊന്നും സർക്കാർ പിൻവലിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അവർ ഉയർത്തിയതാണ്. സർക്കാരിന് അക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്നുള്ള തരത്തിൽ ഇതിന്റെ സംഘാടകരുടെ പ്രതികരണമൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അജീഷ് കുമാർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, ഈ പരിപാടി ആരംഭിച്ചോ ഡൽഹിയിൽ? ഉന്മേഷ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ RK പുരം അയ്യപ്പ ക്ഷേത്രത്തിലാണ് ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശിഷ്ടാതിഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി ഈ ശബരിമല കേസിലെ വിയോജന വിധി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും അവർ എത്തിയില്ല. മറ്റു പ്രമുഖ വ്യക്തികളടക്കം വേദിയിലെത്തി. 200 കണക്കിന് ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട സാമുദായിക സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും ക്ഷേത്ര പ്രതിനിധികളും അടക്കമുള്ളവർ ഈ പരിപാടിക്കായി എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ പരിപാടി തുടങ്ങിയത്. പ്രധാനമായും ആവശ്യപ്പെടുന്നത് 2018 ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളടക്കം പിൻവലിക്കണം, ശബരിമലയെ ദേശീയ ആത്മീയ കേന്ദ്രമായി പ്രഖ്യാപിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹിയിൽ ഇത്തരത്തിലൊരു ബദൽ അയ്യപ്പ സംഗമം ഇവിടെ ഇപ്പോൾ തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഈ പരിപാടി ആവിഷ്കരിച്ചത്. ഇപ്പോൾ പരിപാടിയിൽ ഏതാണ്ട് 100-ലധികം ആളുകൾ, ദില്ലിയിലെ മലയാളികളെ ഹൈന്ദവ സംഘടനാ പ്രതിനിധികളും വിശ്വാസികളും അടക്കമുള്ളവരാണ് ഈ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി നൽകി BJP കൗൺസിലർ ജീവനൊടുക്കി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിലാണ് കൗൺസിലർ ഓഫീസിനുള്ളിൽ തൂങ്ങിമരിച്ചത്. അനിൽകുമാർ ഭാരവാഹിയായ വലിയശാല ഫാം സൊസൈറ്റിയിൽ പ്രശ്നമുണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ല എന്നാണ് കുറിപ്പിലെ ആരോപണം. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. ഇന്ന് രാവിലെ 8:30 തിരുമലയിലുള്ള ഓഫീസിലെത്തിയാണ് അനിൽ ജീവനൊടുക്കിയത്. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അനിൽ പ്രസിഡന്റായ വലിയശാല ഫാം സൊസൈറ്റിയിൽ 7 കോടിയിലധികം രൂപ വായ്പ നൽകിയിരുന്നു. വായ്പ എടുത്തവർ പലരും പണം തിരികെ നൽകിയില്ല. നിക്ഷേപകർ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല.
എല്ലാ കുറ്റവും തന്റെ പേരിലായി. പാർട്ടി നേതൃത്വവും സഹായിച്ചില്ല. അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. ഫാം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് BJP നേതാക്കളും സ്ഥിരീകരിക്കുന്നു. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന സഹകരണ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പാർട്ടി അറിയുകയും, പക്ഷേ ക്രമക്കേടൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള പാർട്ടിക്ക് വിശദമായി തന്നെ പരിശോധന നടത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളൊരു സഹകരണ സംഘമുണ്ട്. അതിൽ FD ഒക്കെ കൂടുതലും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് വന്നിട്ടുള്ളത്. നിരവധി പേർ ലോൺ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഈ ലോൺ എടുത്തവരൊക്കെ തന്നെ ആവേശത്തോടെ പണം വാങ്ങിക്കൊണ്ടുപോയാലും കൃത്യമായിട്ട് സമയത്ത് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു ക്രമക്കേട് ബാങ്കിൻ്റെ പേരിലോ അവിടുത്തെ ബോർഡ് മെമ്പർമാരുടെ പേരിലോ ഉണ്ടായിട്ടില്ല. അനിലിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ BJP പ്രവർത്തകരുടെ വിമർശനമുണ്ടായി. മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. 24 ക്യാമറാമാൻ രാജ് കിരൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 തിരുവനന്തപുരം. CPIM വനിതാ നേതാവ് KJ ഷൈൻ, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് KN ഉണ്ണികൃഷ്ണൻ ആവർത്തിച്ചു. വിവാദത്തിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KJ ഷൈനും ഒരേ വേദിയിലെത്തി. അപവാദ പ്രചരണത്തിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. CPIMലെ വിഭാഗീയതയും മുൻമന്ത്രി S ശർമ്മയുടെ പേരും വിവാദത്തോട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ. ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ VD സതീശനാണ് മറുപടി പറയേണ്ടതെന്നും MLA. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതാണ്, ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്? ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. വാർത്ത പുറത്തുപോയത് CPIMൽ നിന്നാണെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് സൈബർ ആക്രമണത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണെന്നും ആക്ഷേപം. ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി? ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ്? ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി അധിക്ഷേപിച്ചു. എന്നിട്ട് അവർ പരാതി കൊടുത്തു. കേസെടുത്തിട്ട് ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല. സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയാ. പോലീസ് അന്വേഷണത്തിൽ എല്ലാം പുറത്തുവരുമെന്ന നിലപാടിലാണ് KJ ഷൈൻ. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയോ ഒരു മനുഷ്യ വ്യക്തിയെയോ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. അതിന് ടോട്ടലി അഗൈൻസ്റ്റ് ആണ് ഞാൻ. അപവാദ പ്രചരണം നടത്തിയ KM ഷാജഹാനെതിരെ ശക്തമായ നടപടി വേണമെന്ന നിലപാടിലാണ് PV ശ്രീനിജൻ MLA. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ പ്രചാരണത്തിനെതിരെ നൽകിയ പരാതിയിൽ KN ഉണ്ണികൃഷ്ണന്റെ മൊഴി മുനമ്പം DYSP രേഖപ്പെടുത്തി. 24 കൊച്ചി. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്ത് രാഷ്ട്രീയ പാർട്ടികൾ. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ രൂക്ഷമായ വിമർശനം യോഗത്തിൽ ഉന്നയിച്ചു. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. CPIM, CPI, കോൺഗ്രസ്, BJP ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ പങ്കെടുത്തത്. CPIM പ്രതിനിധി MB ജയരാജൻ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ രൂക്ഷമായി വിമർശിച്ചു. ഈ മാസം 29-ന് നിയമസഭയിൽ SIR-നെതിരെ പ്രമേയം കൊണ്ടുവരുമെന്നും MB ജയരാജൻ പറഞ്ഞു. CPIM-ന് വേണ്ടി പറയാനുള്ളത്, ഈ SIR ഒരു പുനഃപരിശോധനക്ക് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കാനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള 12 തിരിച്ചറിയൽ രേഖകൾക്കൊപ്പം റേഷൻ കാർഡും കൂട്ടിച്ചേർക്കണമെന്ന് കോൺഗ്രസ് പ്രതിനിധി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. ഈ 11 ഡോക്യുമെന്റിന്റെ കൂടെ ആധാർ വന്നപ്പോഴും റേഷൻ കാർഡ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഈ പ്രാമാണിക രേഖയായി 12 രേഖ വന്നപ്പോൾ റേഷൻ കാർഡ് അതിൽ വന്നിട്ടില്ല. ഇപ്പൊ ഡോക്യുമെന്റിന്റെ കാര്യത്തിലും അത് ഇൻസഫിഷ്യന്റ് ആണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ BJP പിന്തുണച്ചു. വിയോജിപ്പുകൾ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാമെന്നാണ് യോഗത്തിനു ശേഷമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം കാരക്കോട് മാടാമ്പ്ര സ്വദേശിയെ 13-കാരന് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ സ്വദേശി റഹീം ജോലി ചെയ്ത കോഴിക്കോട് പന്ന്യങ്കരയിലെ ഹോട്ടൽ തുറക്കരുത് എന്ന് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി.
പനിയും തലവേദനയുമായി ഇന്നലെ വൈകിട്ടാണ് 13-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി 2 മാസം മുൻപ് പുഴയിൽ കുളിച്ചിരുന്നു. കുട്ടി ICUവിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും വെറ്റ്മൗണ്ടിൽ പോസിറ്റീവാണ്. ആ കുട്ടി സ്റ്റേബിളാണ് നിലവിൽ എന്നാണ് പറഞ്ഞത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം അതുകൊണ്ട് 5-ന് പകരം 6 ആവും. പിന്നെ കുട്ടികളുടെ ഭാഗത്ത് താഴെ ആസ്പത്രിയിൽ, ശ്രീകലം കുട്ടികളുടെ ആസ്പത്രിയിൽ 3 പേര്. ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമിന് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടലിന് കോർപ്പറേഷൻ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ 14-ന് ഇയാളുടെ കൂടെ താമസിച്ചു ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശിയും മരിച്ചിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണമുണ്ടായതിനാൽ കരുതൽ നടപടി എന്ന നിലയിലാണ് നിർദ്ദേശം. നിലവിൽ 9 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. 24 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ചുള്ള കരട് വിജ്ഞാപനമായെന്നുള്ള വാർത്ത വരുന്നു. ആക്ഷേപങ്ങൾ 15 ദിവസത്തിനകം കമ്മീഷൻ സെക്രട്ടറിക്ക് സമർപ്പിക്കാമെന്ന് സലിം മാലിക് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. തൊഴിലുറപ്പ് ജോലിക്കിടെ വിശ്രമിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നത്തുകാൽ ചാവടി വാർഡിലെ കുന്നാനൂർ കോണത്ത് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ വിശ്രമിക്കുന്നതിനിടെ സമീപത്തെ പറമ്പിലെ തെങ്ങ് കടപുഴകി വീഴുകയായിരുന്നു. അയ്യോ, വേറെ ഒന്നുമില്ല, വരുമാനമൊന്നുമില്ല. തുണി അലക്കിയാണ് ജീവിക്കുന്നത്. 65 വയസ്സാവും. എന്നെ എല്ലാത്തിലും മൂത്തത് 6 പെണ്ണാണ് ഞങ്ങൾക്ക്. ഇതിൽ മൂത്തവള് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടിക്കുകയെന്ന് പറഞ്ഞ് 3 പേരെ അടിച്ച് ഓടി. ആക്കി ഓടാൻ പറ്റിയില്ല അവർക്കൊന്നും. തെങ്ങ് മറിഞ്ഞ് വന്ന് പാലത്തിൽ വീഴുന്ന്. പാലത്തിൽ ഇരുന്നവരാണ്. തോട്ടിൽ വീഴുന്നപ്പോൾ പാല ഒടിഞ്ഞാൽ അവർ പുറത്തുകൂടി വീഴുന്നു. ഒരാൾ പാലത്തിൻ്റെ പുറത്താണ് ഇരുന്നത്. അവരെ തലയിൽ ആദ്യം തെങ്ങ് വീണ്, തെങ്ങും പാലുമായിട്ട് താഴെ വീണ് അവർ പാലത്തിൻ്റെ അടിയിൽ. ഗുരുതരമായി പരിക്കേറ്റ സ്നേഹലത, ഉഷ എന്നിവർ ചികിത്സയിലാണ്. എല്ലാവരും അവിടെ കാണുമായിരുന്നു. ഞങ്ങൾ കാപ്പ് കുടിക്കാൻ വേണ്ടി താഴോട്ടങ്ങ് കുറെ മാറിയിരുന്നു. മുകളിൽ ഇരുന്നവരൊക്കെയാണ് സംഭവം കിട്ടിയത്. നമ്മൾ താഴെയാണ് ഇരുന്നത്. വിളി കേട്ടാണ് നമ്മൾ കഴിച്ചത്. നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പ്രതിഷേധവുമായി BJP. അതിരാവിലെ MLA ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകർ ഓഫീസ് താഴിട്ട് പൂട്ടാനും ശ്രമിച്ചു. MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. MLA തടയാനില്ല എന്ന നിലപാടിലാണ് CPIM. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നുവന്ന 1 മാസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും പാലക്കാടെത്താൻ തയ്യാറെടുക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് BJP പ്രവർത്തകർ MLA ഓഫീസ് ഉപരോധിച്ചത്. MLA ഓഫീസിലെ ചുവരുകളിൽ പോസ്റ്റർ പതിച്ച BJP പ്രവർത്തകർ ഓഫീസ് പൂട്ടാനും ശ്രമിച്ചു. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന നേതാക്കൾ. പാലക്കാടിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ പ്രതിഷേധം തുടരും. ഒരു സംശയമില്ല കാര്യത്തിൽ. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് വിട്ടയച്ചതോടെയാണ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം നിർത്തി BJP പ്രവർത്തകർ പിരിഞ്ഞുപോയത്. 24 പാലക്കാട്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. മോഹൻലാലിനാണ് ഈ പുരസ്കാരം. 2023 പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അങ്ങനെ മോഹൻലാലിന് ലഭിക്കുന്നു എന്നുള്ളതാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. അത് മോഹൻലാലിനെ തേടിയെത്തുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുന്നു. 2023 പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. ഒട്ടേറെ പ്രമുഖർ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ്. ആ മേഖലയിലെ പരമോന്നത പുരസ്കാരം കൂടിയാണ്. മോഹൻലാൽ അതിനിപ്പോൾ അർഹനായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്. 2023 പുരസ്കാരമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാണ് വിനീത വീജ് റിപ്പോർട്ട് ചെയ്യുന്ന. അല്പസമയത്തിനകം നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം ചലച്ചിത്ര മേഖലയിലെ ശ്രദ്ധേയമായ പുരസ്കാരമാണ്
അത് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര ലോകത്ത് നിലനിന്നിരുന്ന വ്യക്തിയാണ് ദാദാസാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഒട്ടേറെ പ്രമുഖർ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ്. ഇപ്പോൾ ആ പുരസ്കാരം മോഹൻലാലിനെ തേടിയെത്തുന്നു. ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്ന് തന്നെ ആണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുക. രാഷ്ട്രപതിയാണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത്. എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാറുണ്ട്. ഒട്ടേറെ പ്രമുഖർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ്. അത് മലയാളത്തിലേക്ക് വരുന്നു. മോഹൻലാൽ ആ പുരസ്കാരത്തിന് അർഹനാകുന്നു എന്നുള്ള അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇപ്പോൾ മോഹൻലാലിന് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 2023 പുരസ്കാര പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. മോഹൻലാൽ ആ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നു എന്നത് അഭിമാനകരമാണ്. സിനിമാ മേഖലയിൽ രാജ്യത്ത് ഏറ്റവും പരമോന്നതമായ പുരസ്കാരം കൂടിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അതിന് മോഹൻലാൽ അർഹനാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം. വിനീത വി ജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരം അത് മോഹൻലാലിന് ലഭിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഉന്മേഷ്, പരമോന്നത പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. സിനിമാ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഒരു പുരസ്കാരം തന്നെയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. ഈ സെപ്റ്റംബർ 23 നടക്കുന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിലായിരിക്കും ഈ അവാർഡ് സമ്മാനിക്കുക. മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും അഭിമാനകരമാകുന്ന ഒരു നിമിഷം കൂടി തന്നെയാണിത്. ഇന്ത്യൻ സിനിമയ്ക്ക് മോഹൻലാൽ നൽകിയ സംഭാവനകൾ, ഒപ്പം തന്നെ ഇതിഹാസ നടൻ, നിർമ്മാതാവ് എന്നിവരെയൊക്കെ തന്നെയാണ് ഇതിൽ ആദരിക്കുന്നത്. ഇതിൽ സമഗ്ര സംഭാവന എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുരസ്കാരം നൽകിയിരിക്കുന്നത്. പക്ഷേ അടൂരിന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന ഒരു മലയാളി കൂടിയാണ് മോഹൻലാൽ. ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. ഇന്ത്യ സിനിമാ മേഖലയിലെ ഏറ്റവും ഉയർന്ന അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഈ പുരസ്കാരം എല്ലാ വർഷവും ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ നൽകി വരികയാണ്. ഇത് 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ മോഹൻലാലിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനീത പറഞ്ഞ പോലെ 2004 അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മലയാളത്തിൽ നിന്ന് മോഹൻലാലിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. 2018 എത്തുമ്പോൾ ഈ പുരസ്കാരം അന്ന് വാങ്ങിയത് അമിതാഭ് ബച്ചനായിരുന്നു. 2019 രജനീകാന്ത് ആയിരുന്നു ഈ പുരസ്കാരത്തിന് അർഹനായത്. 2020 ആശ പരേഖ്, വഹീദ റഹ്മാൻ 2021, 2022 മിഥുൻ ചക്രവർത്തിയാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ മോഹൻലാലിനെ തേടിയും സിനിമാ മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.